ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മഴയൊക്കെ നനഞ്ഞ് എവിടെ പോകാമെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് അല്ലേ. നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലം കാണാൻ വേണ്ടി പോകുവാണ്. അതെവിടെയാണ് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. നമുക്ക് വണ്ടി അങ്ങോട്ടേക്ക് ഇറങ്ങില്ലാത്തതുകൊണ്ട് നമ്മൾ മെയിൻ റോഡിൻ്റെ സൈഡിൽ വണ്ടി ഇട്ടിട്ട് ഈ ഇടവഴി ഇറങ്ങിയിട്ട് ഒരു 100 മീറ്ററോളം നടന്നിട്ട് വേണം നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോയ സ്ഥലം മിനി സ്വിറ്റ്സർലൻഡാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ റീൽസിലൊക്കെ വൈറലായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളിവിടെ പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ എന്ന് പോകണമെന്ന് വിചാരിക്കുന്ന അന്നൊക്കെ മഴയായിരിക്കും. അങ്ങനെ മാറ്റി മാറ്റി വെച്ചതാണ്. അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു കാലാവസ്ഥ, നല്ല വെയിലൊക്കെ ആയിരുന്നു. അത് കണ്ടിട്ട് ഇറങ്ങിയത്. പക്ഷേ അവിടെ എത്താറായപ്പോൾ മുതൽ നല്ല മഴയായിരുന്നു. ചേച്ചിയുടെ മോളാണ്. ആൾ മഴയൊക്കെ കണ്ട് നല്ല വൈബ് അടിച്ച് ഡാൻസൊക്കെ കളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ തോട് കടന്നിട്ട് വേണം അപ്പുറം എത്താൻ വേണ്ടിയിട്ട്. തോട് കടക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം നടന്നിട്ട് വേണം അപ്പുറം എത്താൻ. അപ്പോൾ എല്ലാവരും തന്നെ ഈ തോട് കടന്നിട്ടാണ് അപ്പുറം എത്തുന്നത്. അധികം വെള്ളം ഉണ്ടായില്ല. അപ്പോൾ നമ്മളും തോട് കടന്ന് തന്നെ അപ്പുറം എത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ തോട് കടക്കാൻ നിന്നപ്പോഴാണ് ദേ ഒരാൾ കയറിയിരിക്കുന്നുണ്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആൾ വീഡിയോ എടുക്കുവാന്ന് കണ്ടപ്പോൾ മുതൽ ആൾ ക്യാമറയിലോട്ട് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. നമ്മൾ ചിരിക്കാൻ പറഞ്ഞതിന് പല്ല് കാണിക്കുന്നുണ്ട് കേട്ടോ. ആൾ മുന്നോട്ട് പോയിട്ടും തിരിഞ്ഞു നോക്കി തന്നെ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ തോട് കടന്ന് അപ്പുറം എത്തിയിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല കോടയായിരുന്നു കേട്ടോ. മഞ്ഞ് ഏതാ ആകാശം ഏതാന്ന് കണ്ടാൽ മനസ്സിലാകാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ ഉണ്ടായിരുന്നു. മഴയായിരുന്നെങ്കിലും കാണാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. കാണാനായിട്ടും ഫുട്ബോൾ കളിക്കാനായിട്ടും റീൽസ് എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോരണ വരെ മഴ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ആ തോട് കടന്ന് പോരാൻ പറ്റില്ലായിരുന്നു. വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പാലം തന്നെ കയറിയിട്ടേ പോരൽ നടക്കുകയുള്ളൂ. നമ്മൾ ഈ പാലം കയറുക എന്നുള്ളത് വലിയ ടാസ്ക്കായിരുന്നു. എനിക്ക് നിലത്തോട്ട് നോക്കിയിട്ട് തലയൊക്കെ കറങ്ങുമായിരുന്നു. ഞാൻ വന്നതിനേക്കാളും വലിയ ടാസ്ക്കായിരുന്നു പപ്പീനെ ഇപ്പുറത്ത് എത്തിക്കുക എന്നുള്ളത്. ആൾ കണ്ണൊക്കെ മൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിലെ വന്ന ഒരു കൊച്ചു തന്നെയാണ് പപ്പിയുടെ കൈയൊക്കെ പിടിച്ച് ഇപ്പുറത്ത് എത്തിച്ചത്. അപ്പം അവിടെ നിന്ന് പിന്നെ പോരുന്ന വഴിക്ക് ഈ സഞ്ചിക എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൂവാറ്റുപുഴ സൈഡിലുള്ള ചെറിയ ചെറിയ സംരംഭകരുടെ പ്രോഡക്റ്റുകളാണ് വിൽക്കുന്നത്. അപ്പോൾ ആ ഓഫറിലൊക്കെ ഓരോ സാധനങ്ങളുണ്ടായിരുന്നത് നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി മന്ന റെസ്റ്റോറൻറ്റിൽ കയറി ഒരു കുഴിമന്തി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി വരണ വഴിക്ക് ഒരു കാഴ്ചയും കൂടി കണ്ടു. മാമല എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഓർത്തഡോക്സ് പള്ളിയോ മർത്തോമ പള്ളിയോ എന്തോ ആണ്. അപ്പോൾ അവിടുത്തെ പെരുന്നാളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാഴ്ചകളും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. താങ്ക്